CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേച്ചേരി പുഴയിൽ അറവ് മാലിന്യം തള്ളി. കേച്ചേരി പുഴയുടെ ഭാഗമായ പാറന്നൂർ ചിറയിലാണ് ചാക്കുകളിലാക്കി അറവ് മാലിന്യം തള്ളിയിട്ടുള്ളത്. കുന്നംകുളത്ത് ഷവർമ ഉൽപാദകർക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. KR റെസിഡൻസിയിൽ നടന്ന ക്ലാസിന് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ അനു ജോസഫ് നേതൃത്വം നൽകി. ഇടത്തിന്റെ ക്യാൻവാസിൽ വർണ്ണവിസ്മയങ്ങൾ തീർത്ത് കുരുന്ന് പ്രതിഭകൾ. ഇടം സാംസ്കാരിക വേദി നടത്തിയ കുട്ടികളുടെ ചിത്രരചനാ ക്യാമ്പ് സംഘാടക മികവ് കൊണ്ട് ശ്രദ്ധേയമായി. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ 4 സബ് സെന്ററുകളുടെ കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഉത്സവങ്ങൾ കേവലം ആഘോഷങ്ങൾ മാത്രമല്ല, അനേകങ്ങളുടെ ജീവിത ഉപാധിക്കുള്ള അവസരം കൂടിയാണെന്ന് NK അക്ബർ MLA. പെരിയമ്പലം അണ്ടത്തോട് ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തിയ വിളംബര ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അണ്ടത്തോട് ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് പുന്നേർകുളം കുടുംബശ്രീ CDS അംഗങ്ങളുടെ സ്പെഷ്യൽ വിപണനമേള ആരംഭിച്ചു. ചാവക്കാട് നഗരസഭയും ടൂറിസം ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുതുവത്സരാഘോഷം ശനി ഞായർ ദിവസങ്ങളിലായി ബ്ലാങ്ങാട് ബീച്ചിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി സ്കൂളിൽ നടത്തുന്ന സപ്തദിന സഹവാസ ക്യാമ്പിൽ മാലിന്യമുക്തം നവകേരളം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിനായി NSS വളണ്ടിയേഴ്സ് എരുമപ്പെട്ടി സ്കൂൾ ബസ് സ്റ്റോപ്പ് മുതൽ പള്ളി സ്റ്റോപ്പ് വരെയുള്ള റോഡിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് റോഡ് വൃത്തിയാക്കി. കൂനമുച്ചിയിലെ കുട്ടികളുടെ കൂട്ടായ്മയായ ശ്രേയസിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് നവവത്സര ആഘോഷം സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ PJ ബിജോയ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. സ്മിതം എന്ന പേരിൽ പഴഞ്ഞി മാർത്തോമ സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ 14ാം വാർഷികവും പുതുവത്സരാഘോഷവും ഞായറാഴ്ച കുന്നത്തൂർ സാംസ്കാരിക കേന്ദ്രം പരിസരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിച്ചു. പ്രത്യേക ദിവ്യബലിക്ക് ഇടവക വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ കാർമ്മികനായി. പുതിയ മാത്തൂർ ശ്രീ കോഴിയാർക്കാവ് ക്ഷേത്രത്തിലെ മണ്ഡലം 41 താലപ്പൊലി മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. കുന്നംകുളം വട്ടംപാടം ഫ്രണ്ട്സ് ഫോർ ഹ്യൂമാനിറ്റിയുടെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. സംഘടനാ ചെയർമാൻ KM മജീദ് അധ്യക്ഷത വഹിച്ചു. കണ്ടാണശ്ശേരി സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ ഇടവക കുടുംബസംഗമവും നവവൈദികന് സ്വീകരണവും നൽകി. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പുതുതായി പണിയുന്ന ശിവക്ഷേത്രത്തിന്റെ കട്ടിളവെപ്പ് നടത്തി. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. മണ്ഡലകാല മാസാചരണത്തിന്റെ ഭാഗമായി കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ കോമരത്തോടു കൂടിയ ചുറ്റുവിളക്കും തായമ്പകയും 1008 ദീപമഹാസമർപ്പണവും കളമെഴുത്ത് പാട്ടും നടത്തി. ബാലസംഘം എരുമപ്പെട്ടി വെസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി പ്രതിഭകളെ അനുമോദിച്ചു. SFI ബ്ലോക്ക് കമ്മിറ്റി അംഗം അങ്കിത സുഗതൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം പഴഞ്ഞി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലസംഘം സ്ഥാപക ദിന ഘോഷയാത്ര നടത്തി. പട്ടിത്തടത്തു നിന്നും ആരംഭിച്ച് വൺവേ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ലോക്കൽ സെക്രട്ടറി ബാബു പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം പന്നിത്തടം മേഖലാ ഘോഷയാത്ര പന്നിത്തടം സെന്ററിൽ തുടങ്ങി മരത്തംകോട് UP സ്കൂളിൽ സമാപിച്ചു. വേണു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെല്ലോഷിപ്പിന്റെ 13ാമത് മെഗാ ബൈബിൾ ക്വിസ് ഫലം പ്രഖ്യാപിച്ചു. ബീന K. സാം 1ാം സ്ഥാനം കരസ്ഥമാക്കി. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് കണ്ണൂർ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നിന്ന് എത്തിയ ദിവ്യജ്യോതി പ്രയാണത്തിന് ഇയാൾ ശ്രീനാരായണ ഗുരു മന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിൽ അക്കിക്കാവ് കമ്പിപ്പാലത്ത് സ്വീകരണം നൽകി. പെരിയമ്പലം കാട്ടുപുറം ശ്രീ സുബ്രഹ്മണ്യ ശാസ്താ ക്ഷേത്രത്തിൽ ദേശവിളക്കും പാൽക്കാവടി എഴുന്നള്ളിപ്പും മഹാ അന്നദാനവും നടന്നു. ചാവക്കാട് കടപ്പുറം കുമാരപ്പടിയിൽ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. ആലിൽ സുനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്തെ പറമ്പിലെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. വേലൂർ ഇടവകയിലെ പുത്തൂക്കര ഔസേപ്പിന്റെയും ലിസി ഔസേപ്പിന്റെയും മകനായ ഫ്രാൻസിസ് പുത്തൂക്കര തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പൌരോഹിത്യം സ്വീകരിച്ചു. ചടങ്ങുകൾക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് നേതൃത്വം നൽകി.
പോർക്കുളം പഞ്ചായത്തിലെ 2023-24 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി പ്രകാരം സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടന്ന പോലീസ് അതിക്രമത്തിനെതിരെ കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പന്നിത്തടം സെന്ററിൽ ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. CPI 98ാം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ മുതിർന്ന നേതാവ് NK മണി പതാക ഉയർത്തി. KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും അപായപ്പെടുത്തുവാനുള്ള മാർക്സിസ്റ്റ് ഭരണകൂട ഭീകരതയ്ക്കെതിരെ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.